എല്ലാവരും ഒരു അനക്കം പോലും ഇല്ല എന്ന് പറഞ്ഞ ക്ലബ്ബാണ് നമ്മുടെ ജംഷഡ്പൂർ FC. എന്തായാലും അവർ ഖാലിദ് ജമീലിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം വലിയ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രീനിധി FCയുടെ ഗോൾ കീപ്പറും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോൾ കീപ്പറുമായ അൽബീനോ ഗോമസിനെ അവർ സൈൻ ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ ജാപ്പനീസ് താരമായ റേ ടച്ചിക്ക് അവിടെ കോൺട്രാക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന് സെമിലൻ ഡുങ്കൽ, അതിന് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും ഇപ്പോൾ ജംഷഡ്പൂർ FCക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം കൂടിയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെയും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ശ്രീകുട്ടൻ VSനെയും ജംഷഡ്പൂർ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് 4 സൈനിങ് നടത്തി എന്ന് തന്നെ പറയാം. അതായത് 2 കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനും പിന്നെ 2 അല്ലാതുള്ള സൈനിങ്ങുകളും. ഈ ഒരു സൈനിങ് നോക്കി കഴിഞ്ഞാൽ കപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടോ ലീഗ് ഷീൽഡ് പ്രതീക്ഷിച്ചുകൊണ്ടോ ഉള്ള സൈനിങ് അല്ല, എങ്ങനെയെങ്കിലും ടോപ്പ് 6 എത്താൻ വേണ്ടിയുള്ള സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, മുംബൈ സിറ്റി FC തുടങ്ങിയ ക്ലബ്ബുകളാണ് വമ്പൻ സൈനിങ് നടത്തുന്നത്. കൂടെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഒഡീഷ FC ഗോവ തുടങ്ങിയ ക്ലബ്ബുകളാണ് ആ ഒരു ലീഗ് ഷീൽഡ് റേസിന് വേണ്ടി മത്സരിക്കുന്നത്. ബാക്കിയുള്ള ക്ലബ്ബുകളെല്ലാം എങ്ങനെയെങ്കിലും ടോപ്പ് 6 എത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെന്നൈ FC സൈനിങ് എടുത്ത് നോക്കിയാലും അത്ര വലിയ സൈനിങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. അതായത് കുറേയധികം സൈനിങ്ങൾ അവിടെ നടത്തുന്നുണ്ട്, പക്ഷേ അത്ര വലിയ ലീഗ് ഷീൽഡ് എടുക്കാൻ പറ്റിയ സൈനിങ്ങളൊന്നും അല്ല അവർ എടുത്തിരിക്കുന്നത്. അവർ ട്രസ്റ്റ് ചെയ്യുന്നത് ഓവൻ കോയൽ എന്ന പരിശീലകനെ മാത്രമാണ്. സോ എന്തായാലും ജംഷഡ്പൂർ FC ബാക്ക് ഓൺ ട്രാക്ക്. പക്ഷേ ഇപ്പോഴും ചത്ത് കിടക്കുന്ന നമ്മുടെ ഹൈദരാബാദ് FC ആണ്. അവരുടെ കാര്യം എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് നോക്കാം. ഇതൊരു അപ്ഡേറ്റ് അല്ല, എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് വിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് താരങ്ങളെ കാണാൻ സാധിക്കും. അത് 7-8 താരങ്ങളെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് കാണാം. നോവാസ് ദോയി, ഐമൺ, ലൂണ, ലതമാവിയ, വികാസ് സിംഗ്, ബ്രൈസ്, നിഹാൽ, അങ്ങനെ 8 ഓപ്ഷൻ. ഇപ്പോൾ നിഹാലിന് റൈറ്റും വേണമെങ്കിൽ കളിക്കാൻ സാധിക്കും. എന്നാലും നിഹാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കളിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിലാണ്. സോ എല്ലാം കൂടെ നോക്കിയാൽ നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ ഭയങ്കര പവർഫുള്ളാണ്. സോ ഇനി വേണ്ടത് റൈറ്റ് വിങ്ങിലേക്കാണ്. നമുക്കറിയാം ചെന്നൈയിൻ FC നിങ്തോയൊക്കെ റിലീസ് ചെയ്തിരുന്നു. പക്ഷേ നിങ്തോയെ കൊണ്ടുവന്നാൽ നല്ലതായിരുന്നു. നിങ്തോയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേതെങ്കിലും ക്ലബ്ബിലേക്കാണ് പോകാൻ സാധ്യത കൂടുതൽ. എന്തായാലും നമ്മുടെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൻ്റെ ആ ഒരു പവർ ഞാൻ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. എന്തായാലും ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ പോലും റീപ്ലേസ് ചെയ്യാൻ നല്ല താരങ്ങളുണ്ട്.